Hi everyone. Today it's 6:30 in the morning. ഞാനും രാഹുലും ഇന്നൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. ദൂരയാത്രയ്ക്ക് 100 കിലോമീറ്റർ. അപ്പോ ഇന്ന് ഇത്രയും പുലർച്ചെ പുറപ്പെടാനൊരു കാര്യമുണ്ട്. ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരും. വീടൊക്കെ പൂട്ടി സുരക്ഷിതമാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. സോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഞാനും രാഹുലും ഒരുമിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടിയാം. പക്ഷേ പുറത്തിറങ്ങി പെട്രോൾ അടിക്കാൻ രണ്ടുപേർക്കും താല്പര്യമില്ല. ഇന്ന് ഞാൻ തന്നെ പുറത്തിറങ്ങി പെട്രോൾ അടിച്ചു. വാ ഇനി യാത്ര തുടരാം. നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ, ഇനി സസ്പെൻസ് ഒന്നും വെക്കാതെ പറയാം. നമ്മൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരെ കാണാൻ പോവാം. വീട്ടിൽ നിന്ന് ഏകദേശം 100-200 കിലോമീറ്റർ ഉണ്ട്. എന്തിനാ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. കാറിൻ്റെ ടയർ മാറ്റണം. ഇനി കുറച്ച് നാൾക്ക് ശേഷം കാനഡയിൽ മഞ്ഞ് പെയ്തു തുടങ്ങും. മഞ്ഞത്ത് നമ്മുടെ ഈ കാറ് ഈ ടയർ വെച്ചുകൊണ്ട് ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടയർ മാറ്റി വിൻ്റർ ടയർ ഇടണം. അതിന് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്ന അതേ സിറ്റിക്കകത്താണ്. അപ്പോൾ അവിടെ നേരത്തെ പോയി കാറ് കൊടുക്കണം, പിന്നെ അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. 2 ടയർ ഉരുട്ടി വണ്ടിക്കകത്ത് കയറുമ്പോഴത്തേക്കും എൻ്റെ ശ്വാസം അങ്ങ് പോയി. ഇനി നേരെ ചെന്ന് വണ്ടിയും ടയറും വർക്ക്ഷോപ്പിൽ കയറ്റണം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. വിശന്ന് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും കാറ് കൊടുക്കുന്നതിന് മുമ്പേ വല്ലതും പുറത്ത് പോയി വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതി. ആദ്യം പോയത് ടിമോട്ടൻസിലാണ്. ടിമോട്ടൻസിൽ 2 ബ്രേക്ക്ഫാസ്റ്റ് റാപ്പുകൾ വാങ്ങിച്ച് ആദ്യം തന്നെ കുമ്പ് നിറച്ചു. പിന്നെ അവിടെ ചെന്ന് കാറ് കൊടുത്തിട്ട് തിരിച്ചു വന്നു. കാറ് ഏൽപ്പിച്ചപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഏകദേശം എത്ര സമയമാകുമ്പോൾ തിരിച്ചു വന്ന് എടുക്കാമെന്ന്. ഈവനിങ് ആകുമ്പോഴത്തേക്കും കാറ് റെഡിയായി. അവരെ നമ്മളെ വിളിച്ചു. വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ 2 പേരും പോയി കാറ് പോയി എടുത്തു. നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. ഇല്ലാത്ത കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മളെവിടെ കിടന്ന് വലിപ്പിക്കുകയൊന്നുമില്ല. കാറ് വാങ്ങിക്കാൻ പോയ സമയത്ത് തന്നെ എന്തൊക്കെയായിരുന്നു അവർ നമ്മളെ ചാർജ് ചെയ്തത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് മാറ്റി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. ഇനി നേരെ പോകുന്നത് വല്ലതും വാങ്ങിച്ച് കഴിക്കാനാണ്. എനിക്ക് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ് കൊണ്ട് ഒന്നും ആയില്ല. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റതുകൊണ്ടും അവിടെ ചെന്ന് ഉറങ്ങി എഴുന്നേറ്റത് വിശപ്പ് കാരണമായിരുന്നു. പിന്നെ ഒരു സമാധാനം ഞാൻ കൊടുത്തില്ല. പുറത്തോട്ടിറങ്ങി എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്നായി. ഞങ്ങൾക്ക് വലിയ പരിചയമില്ലാത്തൊരു കടയിലാണ് ഇപ്പോൾ കയറിയത്. ആരും അങ്ങനെ ഈ കടയിൽ കയറിയ ഒരു റിവ്യൂ പറഞ്ഞതും കേട്ടിട്ടില്ല. എന്തായാലും ആകെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കടയിൽ കയറി എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു. വെൻ ഇറ്റ് കംസ് ടു ഫുഡ് ഐ എം നോട്ട് റിയലി ദാറ്റ് പിക്കി കേട്ടോ. പക്ഷെ എനിക്ക് കൂടെ കിട്ടിയിരിക്കുന്ന ആൾ ഹീസ് എ അബ്സല്യൂട്ട് ഫുഡി ഫ്രം ട്രിവാൻഡ്രം. ഹീസ് വെരി പിക്കി അബൌട്ട് ഹിസ് ചോയ്സസ്. ചില സ്ഥലങ്ങളോ ചില റെസ്റ്റോറൻറ്റ്സോ റീൽസോ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് സേവ് ചെയ്ത് വെച്ച് ആ സിറ്റിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് ആ സ്പെഷ്യൽ ഡിഷസൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ഷവർമ്മയ്ക്ക് വേണ്ടി അത്രയും ക്ഷമയോടുകൂടെ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാനൊരു ചിക്കൻ ഷവർമ്മയും രാഹുൽ ഒരു ബീഫ് ഷവർമ്മയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇറാനിയൻ അറബ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അതെന്തൊക്കെയായാലും ഞങ്ങൾ രണ്ടുപേരും അവരുണ്ടാക്കുന്ന ഷവർമ്മയും നോക്കി കൊതിച്ച് കുറേ നേരം അങ്ങ് നിന്നു. ഇതെന്താ? cabbage. This is for the chicken, okay? Cabbage, onions. I'll do a tomato. And this are jalapenos, right? Yeah. And what is that? This is That's pickle. That other one? salad, it's separate. Oh, okay. It's not tender. What's that? One. This tomato, that is it. Yeah, that's fine. I think. You want?
വേണോ? നിനക്കാണെങ്കിൽ പറ. Yeah, I'll have some. What would you like some? Onion, cabbage, Cabbage. jalapenos, Chicken biryani. and tomatoes. Could you add little more onions? What else? Little more More onion. some. Yeah. Yeah, Okay. Which one is beef? mine. That one. Beef. And could you make that spicy? Make I make spicy. No. Not spicy. I need one chicken too. Yes. Basta yung ano, Yung gusto mo ulit siya, It's more spicy too. beef ka po. Thanks. So, chicken breast ka po. Yung chicken tandoori po sa daan. Tandoori. Chicken tandoori. Iska 18 rupiah, di ba 18 rupiah? ആ അത് പറഞ്ഞപ്പോഴല്ലേ, നിങ്ങൾക്കറിയോ, ഐ യൂസ് ടു ബി വെജിറ്റേറിയൻ ഫോർ 10 years. അത് പിന്നെ അങ്ങനെയാണല്ലോ, ജീവിതത്തിലോട്ട് പലരും കടന്നു വരുമ്പോഴാണല്ലോ ചില മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നത്. അങ്ങനെ ഒരു വലിയൊരു മാറ്റമായിരുന്നു എൻ്റെ ഈ വെജിറ്റേറിയനിൽ നിന്നുള്ള നോൺ വെജിറ്റേറിയനിലേക്കുള്ള ഒരു മാറ്റം. ഇപ്പം ഞാൻ എന്തും കഴിക്കും, എന്തും വയ്ക്കും. വീട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിനക്ക് ചെമ്മീൻ വയ്ക്കാൻ അറിയോ, നീ ബീഫ് വയ്ക്കാറുണ്ടോ എന്നൊക്കെ. ഇതൊക്കെ എന്ത് അല്ലേ, ഞാൻ എന്തും വയ്ക്കും. ചെമ്മീനും ബീഫും പോർക്കും പറഞ്ഞ് എല്ലാം. ഇപ്പോഴും ഞാനൊരു കാര്യം ഓർക്കാറുണ്ട്. ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് എന്നെ ഒരു ഫ്രണ്ടിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തി ആദ്യം ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെ, അയ്യോ അപ്പോൾ നിങ്ങൾക്ക് ഈ എല്ലും കപ്പയും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ അതെന്താടപ്പാ സാധനം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് അതിൻ്റെ രുചി. Now എല്ലും കപ്പയും is one of my favorite too. നമുക്ക് LCBO കയറി നോക്കിയാലോ. LCBO എന്താണെന്നല്ലേ, പറഞ്ഞുതരാം. മദ്യം വിൽക്കുന്ന ഒരു സൂപ്പർ ഹൈപ്പർ മാർക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. അവിടെ നിന്ന് വല്ലതും വാങ്ങിക്കണമെങ്കിൽ നമ്മൾക്ക് ID കാർഡ് കാണിക്കണം. ഞാൻ ID കാർഡ് എടുക്കാതെ പുറത്തോട്ട് ഇറങ്ങിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ കയറാൻ നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ പോയത് റീസ്റ്റോറിലേക്കാണ്. ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡിൽ ഇലക്ട്രോണിക്സ് മുതൽ ഫർണിച്ചേഴ്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഞാൻ ഈ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഇനീഷ്യലായിട്ടുള്ള കുറേ പർച്ചേസൊക്കെ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. എനിക്കെന്തായാലും ഈ സായിപ്പന്മാരുടെ ഈ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ഉള്ളവൻ ഇല്ലാത്തവനൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ഐഡിയോളജി. വീടുകൾ റീസെറ്റും റിനോവേറ്റും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ ഫർണിച്ചേഴ്സും വീട്ടിലുപയോഗിക്കുന്ന ഡിഷസും കംപ്ലീറ്റും ഒക്കെ അവർ പുതിയത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പഴയ സാധനങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിന് ഫ്രണ്ടിലുള്ള ലോണിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി വേണ്ടവർക്ക് വേണ്ടി അവിടെ എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ വിചാരിച്ച് കേടുകൂടിയ സാധനങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ അവർ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെക്കാറുള്ളൂ. അതും അല്ലെങ്കിൽ അവർ ഇതുപോലുള്ള കടകളിൽ ചെന്ന് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് അവർ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് നമ്മൾക്ക് ഒരു തുച്ഛമായ വിലയ്ക്ക് ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റോർ കാണിച്ചു തന്നപ്പോൾ തന്നെ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയൊക്കെ മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് സീരീസ് കണ്ടപ്പോൾ മുതൽ പറയുന്നൊരു കാര്യമാണ്, ചാൻഡലറിനും ജോയ്ക്കും ഉള്ളതുപോലുള്ളൊരു ഒരു കിടിലൻ ചെയർ വീട്ടിൽ വാങ്ങിച്ചിടണം. അതിന് തപ്പി ചിലപ്പോഴൊക്കെ പുറത്തിറങ്ങാറുമുണ്ട്. ഇതുവരെ പറ്റിയതൊന്നും കണ്ടെത്തിയിട്ടില്ല. അതാണിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോഴേക്കും ഈ ത്രിഫ്റ്റ് സ്റ്റോർ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും നിർവൃതി അടഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ജൈൻറ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു സ്റ്റോറിലേക്ക് കൂടെ കയറി. വീണ്ടും എന്താ അത്യാവശ്യം വേണ്ടി വരുന്ന കുറേ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ശിശിരകാലം കഴിഞ്ഞ് ശീതകാലത്തിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, എല്ലാ സ്റ്റോഴ്സിലും വിൻ്റർ ക്ലോത്ത്സും വിൻ്റർ ഡെക്കറേഷൻസും വിൻ്റർ ഗ്രോസറി ഐറ്റംസും അങ്ങനെ എല്ലാ സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കുക. നല്ല നല്ല ജാക്കറ്റിനൊക്കെ ഇതിനേക്കാളും നല്ല റേറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ടതും നമ്മളുടെ തണുപ്പിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് നമുക്ക് ജാക്കറ്റൊക്കെ വാങ്ങിക്കാം. ഞാനിപ്പോൾ അടുത്ത് പുതിയതായി വാങ്ങിച്ചത് -40°C വരെ പോകാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ്. അതിനകത്തേക്ക് നല്ല രീതിയിൽ ലെയറൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തണുക്കുകയില്ല. അത് ഞാൻ നോക്കി പ്രത്യേകം വാങ്ങിച്ചതുമാണ്. പണ്ട് ഏതോ ഒരു പ്രശസ്തനായ ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, "There is no such thing as bad weather, only suitable clothing." എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമല്ല, പ്രോപ്പറായിട്ടുള്ളൊരു വസ്ത്രധാരണത്തിലൂടെ നമ്മൾക്ക് ഏത് കഠിനമായൊരു കാലാവസ്ഥയും അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. എന്തായാലും ഈ വർഷത്തെ ശീതകാലത്തിന് വേണ്ടി ഞാൻ കുറച്ചധികം നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറേ അധികം മഞ്ഞ് ലഭിക്കുന്നൊരു സ്ഥലത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്ത്രധാരണത്തിലായാലും കാറിൻ്റെ മെയിൻ്റനൻസിലായാലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ആയാലും എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഈ വിൻ്ററിന് വേണ്ടി. ഇത്തവണത്തെ ഷോപ്പിങ്ങിന് വീട്ടിനകത്ത് വെക്കാവുന്ന കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ ഈ വിൻ്റർ സമയത്ത് അതെല്ലാം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വേണം ഇതൊക്കെ വാങ്ങിക്കാനും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നാട്ടിലേക്കൊക്കെ വിളിച്ചൊന്ന് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് LCBയിലേക്കാണ്. പിന്നെ ഈ വീഡിയോ ഫുട്ടേജ് കൊണ്ട് ഇവിടെ ആരെയും ഞാൻ മദ്യപിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഈ രാജ്യത്തുള്ള അവൈലബിലിറ്റിയും ഒരു ലൈഫ് സ്റ്റൈലും ചുറ്റുപാട് മാത്രം കാണിച്ചു തരുന്നതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ഇവിടുത്തെ ഈ സ്റ്റുഡൻറ്റ് പീരീഡ് ഞാൻ പാർട്ട് ടൈമായി ജോലി ചെയ്തത് ഒരു റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിനകത്തായിരുന്നു. ഇവിടെ ജോലി ചെയ്യാൻ നമുക്കൊരു ലൈസൻസ് ഒക്കെ വേണം. അങ്ങനെയൊക്കെയാണ് ഇവന്മാരെക്കുറിച്ചുള്ള പല വകഭേദങ്ങളെ കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നതും. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു മെനു വെച്ചുകൊണ്ടാണ് ഇവിടെ ഇവന്മാരെല്ലാവരും ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജോണിക്ക് അടിച്ച് പൂസാവണമെന്നുള്ള ആവേശവുമായി നമ്മളിവിടെ മദ്യം എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ 1/2 ലിറ്റർ മതി എന്ന് പറയുമ്പോഴത്തേക്കും ജോണി പോരാ 1.5 ലിറ്റർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. ജോണിയുടെ കരച്ചിൽ പ്രമാണിച്ച് ജോണിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു എക്സ്ട്രാ 1 ലിറ്റർ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ജോണി വോഡ്ക എടുക്കണോ റം എടുക്കണോ എന്നുള്ള ചിന്താഗതിയിലാണ്. ഇവിടെ ഓൾഡ് മോങ്ക് കിട്ടാത്തത് കൊണ്ട് ജോണി റമ്മ് വിട്ടിരിക്കുകയാണ്. ജോണി ഇവിടെ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയുണ്ട്, വേണോ? ജോണി നമ്മളിൽ നിന്ന് ഓടി അകലുകയാണ്. ജോണി ഇതാ വീട്ടിൽ ടെക്കീല എടുത്ത് വന്നേക്കാണ്. ടെക്കീല അടിച്ചാൽ ജോണിക്ക് ഓഫ് ആകുമെന്നാണ് ജോണി പറയുന്നത്. ജോണിക്ക് കുപ്പി കണ്ടിഷ്ടപ്പെട്ട് അതടിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതാണ് മേക്കേഴ്സ് മാർക്കാണ് റാസ്ബെറി ബർബോണ്ട് കേട്ടോ. ഇത് റാസ്ബെറി ഇട്ടിട്ട് അടിക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ അടിക്കാരിയാണ് ഇവള്. 2 വർഷം ഒരു കൂടിയ ഹോട്ടലിൽ നിന്ന് ഒരേ അടിയായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസിൽ ജോണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ജോണിക്ക് എല്ലാം തികഞ്ഞ വില്ലാളി വീരൻ എന്ന രീതിയിൽ ഈ നിഗ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതടിച്ചാൽ എങ്ങനെ അടിക്കാം, എങ്ങനെ ഓഫ് ആവാം എന്നുള്ള ഏറ്റവും വലിയ സോഴ്സാണ് ഈ നിഗ. അവർ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്.
പക്ഷെ എൻ്റെ അറിവിൽ കോക്ടെയിൽ ഉണ്ടാക്കാനായിട്ട് ജിന്നിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് ടക്കീലയിൽ വന്ന് നിൽക്കുന്ന ഏക വ്യക്തി ജോണി ആയിരിക്കും. കണ്ടിട്ട് എല്ലാം അടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പൈസ മാത്രം ആലോചിച്ച് മാറ്റി മാറ്റി ചിന്തിക്കുകയാണ് ജോണി. അതാ ഫുള്ളിന് $57 1.4 ലിറ്ററിന് 55 ഉള്ളൂ എന്നും പറഞ്ഞ് ജോണി 55 പിടിക്കുകയാണ്. പിന്നെ എല്ലാവരും അടിക്കട്ടെ, ലിറ്റാഫും പിന്നെ തള്ളൊന്നും എല്ലാവരും അടിക്കില്ലേ, തള്ളുമില്ലേ. ജോണിയുടെ കോച്ച് ഓരോരോ കാര്യങ്ങൾ ജോണിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു റൗണ്ട് പോകുമ്പോൾ തന്നെ അതായത് ഗുണം വരും. കോച്ച് സാറ് കൃത്യമായി ജോണിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ജോണിനെ അടിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജോണി കോച്ചിങ് എടുത്തിരിക്കുകയാണ്. ഈ നികയാണ് ആ കോച്ച്. നികയുടെ പേര് അബിൻ, പവിത്രൻ്റെ മോൻ, കോഴിക്കോട് പാർട്ടി പ്രവർത്തകൻ. ഈ വീഡിയോ കാണുന്നവർ കോഴിക്കോട് പാർട്ടി ഓഫീസിലെ പവിത്രൻ ഈ വീഡിയോ അയച്ചു കൊടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങളെ കഴിച്ചിട്ടുണ്ടോ? ഇതാ ബക്കാടികളുടെ സെക്ഷൻ എത്തിയിട്ട് ജോണിക്ക് അത് വേണ്ട, ഓൾഡ് മോങ്ക് കിട്ടാത്തതിന്റെ വിഷമത്തിൽ റമ്മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോണി നടക്കുന്നത്. ഇതൊരു മുത്തുമണിയാണ്. നമ്മുടെ ഹോട്ടലിൽ ഒരു ഔൺസ് കൊടുത്തോണ്ടിരുന്നത് $60. അവിടെ ഓസിന് മദ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സാമ്പിളിന് മലയാളിയാ ഇവിടെ ഓസിന് സാമ്പിൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ കോച്ചും കൂട്ടനും കൂടെ വന്നിരിക്കുകയാണ്. അത് ഓസിനടിക്കാൻ കണ്ട നാട്ടിലെ പോലെ വിസ്കി പോലും ഒറ്റ വലിക്ക് കുടിച്ച് എത്തുന്ന. ഓക്കെ ബൈ. ആരും ID കാർഡ് ചോദിച്ചിട്ടില്ല. ഈ ടക്കീലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഇവന്മാരൊക്കെ ആയിട്ട് ഒരു ഫിഫ കളിച്ചില്ലെങ്കിൽ മിസ്റ്റർ രാഹുലിൻ്റെ കൈ വിറച്ചു തുടങ്ങും. പിന്നെ ഓരോരുത്തരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ. ഇന്നത്തെ ഡിന്നർ പ്ലാൻസിൽ രാഹുലിൻ്റെ സ്പെഷ്യൽ ഐറ്റം പോർക്കും കപ്പയാണ്. ഇപ്പോൾ അടുത്തായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് രാഹുൽ പോർക്ക് കറി ഉണ്ടാക്കുന്നത്. പോർക്കെന്നല്ല, ഒട്ടുമിക്ക എല്ലാ മീറ്റുകളും. ഞങ്ങളുടെ പെണ്ണ് കാണൽ ചെക്കൻ വീട് കാണൽ പരിപാടിക്കൊക്കെ ഒരു വെപ്പുകാരനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്ത പ്രത്യേക ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, നല്ല ഉഗ്രൻ ടേസ്റ്റുമാണ്. കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് എനിക്ക് ഇതുപോലെ മട്ടനും ബീഫും പോർക്കും ഒക്കെ വീട്ടിലും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ ടേസ്റ്റുമായിരുന്നു. കുക്കിംഗ് കാര്യത്തിൽ മീറ്റൊക്കെ വീട്ടിൽ കൂടുതലായിട്ട് വെക്കുന്നത് രാഹുൽ തന്നെയായിരിക്കും. ഞാനും വെക്കാറുണ്ട്, ഇല്ലെന്നല്ല. അതൊക്കെ ഓരോ മൂഡ് പോലെ ഇരിക്കും. ചില സമയങ്ങൾ രാഹുലിന് കുക്ക് ചെയ്യാൻ നല്ല മൂഡായിരിക്കും. അപ്പോൾ ഞാൻ കിച്ചൺ അങ്ങ് വിട്ടുകൊടുക്കും. പുള്ളി ഇതുപോലെ മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഞാനും അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഞങ്ങളങ്ങ് മുന്നോട്ട് പോകും. എനിക്കാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തൊരു മാസ്റ്റർ മെയിൻ പ്ലാനറൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അങ്ങ് ജപ്പാൻ, തായ് മുതൽ ഇങ്ങേയറ്റം മെക്സിക്കോ, അമേരിക്കൻ ഡിഷ് വരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വല്ലാത്തൊരു മെയിൻ പ്ലാനറാണ്. എല്ലാ ദിവസങ്ങളും അതുപോലെയൊന്നും കുക്ക് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റാറില്ല. പക്ഷേ അതൊക്കെ അനുസരിച്ച് പലപ്പോഴൊക്കെ ഗ്രോസറി ഒക്കെ വാങ്ങിക്കാനായിട്ട് ഞാനങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും പല രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളുമാണ്. തലേദിവസം രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് അതൊക്കെ നോക്കിയൊന്ന് അതിനനുസരിച്ച് മീൽ പ്ലാനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഭയങ്കര തിരക്കായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വീക്കിലേക്ക് വേണ്ടി ഒക്കെ ഒരു മീൽ പ്ലാനറും തയ്യാറാക്കിയൊക്കെ വെക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, അതിനനുസരിച്ച് ഗ്രോസറി ചെയ്യുമ്പോൾ ഓവർ സ്പെൻഡിങ് ഒക്കെ എനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്രൊഫഷണൽ സെർവർ ഉള്ളപ്പോൾ
ഈ കുലുക്കൽ പരിപാടി എന്തായാലും ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുത്തില്ല. എല്ലാവർക്കും കുലുക്കി കുലുക്കി ഒരു കിടിലൻ സാധനം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അന്താക്ഷരിയൊക്കെ കളിക്കാം എന്നൊരു പ്ലാനിലേക്ക് വന്നു. അതിനുവേണ്ടി ടീം തരംതിരിക്കുന്ന ഒരു ബഹളമാണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത്. കോമ്പറ്റീഷൻ നമ്മുടെ സൈഡാണ്. അത് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് അങ്ങനെ എണ്ണിക്കോ. ഞാൻ ഇങ്ങനെ പറയാം. ഞങ്ങൾ ഇങ്ങനെ 4 കുഴപ്പമില്ല. സുഖം കൂടുതൽ ഞങ്ങൾ എണ്ണിക്കോ. 1 2 3 4 നമ്മൾ 5. അതെ എണ്ണിക്കോ. A B പിന്നെ മാറിയിരിക്കാൻ വേറെ ടീം പോകാൻ വേണ്ടിട്ടാ. നമുക്ക് ഓപ്പോസിറ്റ് വേണം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടീം വരും. എടി അതിന് വേണ്ടിട്ടാ പറയുന്നത്. നീ ഇങ്ങോട്ട് വാ. ഇവിടെ ആരാ ഇരുത്തുന്നത്? നിങ്ങള് ഇപ്പൊ വണ്ടി അയ്യോ അപ്പൊ ജോണി പറഞ്ഞോ കുറച്ച് ബാലൻസ് അല്ലേ. നമ്മൾ 1 2 3 4 പിന്നെ 5. നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടോ ഇപ്പുറത്തോ രണ്ട് പുറത്തോ. അല്ല ഇത് അത്യാവശ്യം ബാലൻസ്ഡ് ആണ്. പാട്ട് പഠിക്കാൻ പോയാൽ ഇവർക്ക് പാട്ടറിയാം. നമ്മളെ കേട്ടുള്ള പാട്ട് മാത്രമേ പാടാൻ പറ്റുള്ളൂ. അല്ലാതെ ചാമി ഒന്നും പാടാൻ പറ്റൂല. അവര് 4 ആൾക്കാരും ഇവളും അവളല്ലേ ഞാൻ പറയണ്ട 2 90s വസന്തം. ശരിയാവും. ഇവര് രണ്ടുപേരും ഒരു ടീമിൽ പറ്റത്തില്ല. പിന്നെ ഒന്ന് പോണേ അത് പറ്റില്ല. അങ്ങനെ നീ ടീം പറയാം. ടീമാ ഇപ്പൊ ഇങ്ങനെ ടീം മനസ്സിലായി. എനിക്ക് അവൾ ഓപ്പോസിറ്റ് ജെയിംസ് ഒക്കെ സീനാണ്. ജെയിംസും അശ്വിനൊക്കെ അത് പറ്റില്ല. 90s 3 പേരുണ്ട് നിങ്ങളുടെ ടീമിൽ. അതൊക്കെ വരും. തന്നാലും അതിനോളം വരുമ്പോ എല്ലാം തന്നെ വരും. ഒന്ന് പിടിച്ചു ചോദിച്ചേ. എനിക്ക് പേടിയാ. അറിയാതെ അറിയാതെ അവസാനം എന്തായാലും അന്താക്ഷരിയില് ആയിരിക്കുന്ന 4 90s വസന്തങ്ങൾ എന്തായാലും വിജയിച്ചിരിക്കുന്നു. പാട്ടും ഡാൻസും ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു ഏകദേശം 12 മണി 1 മണി അടുപ്പിച്ചായി. പിന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ചോറും ചിക്കനും പോർക്കും കപ്പയും ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളി കേരള ഫുഡടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു.
നല്ല പാതിരാത്രി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും രാത്രി യാത്ര ഒഴിവാക്കി. നാളെ രാവിലെ പുലർച്ചെ അങ്ങ് ഇവിടെ നിന്ന് തിരിക്കാന്ന് കരുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ റോഡ് ട്രിപ്പ് ഒരു വൈൽഡ് ലൈഫിലൂടെ കൂടെ തന്നെയാണ് കേട്ടോ. രാഹുൽ ഇവിടെ കാനഡയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ദിവസം തിരിച്ച് മടങ്ങിപ്പോരും നേരം പുലർച്ചെ ഒരു മോസും ഒരു ഡെയറും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് നമ്മൾക്ക് ഫോൺ എടുത്തു വെച്ച് എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ എനിക്ക് പിന്നെ ജോലിക്ക് കയറണം. അതിൻ്റെ ഒരു മനപ്രയാസം എനിക്ക് എവിടെയോ ഉണ്ട്. പക്ഷേ ഈ ഒരു വീക്കെൻഡ് ഗെറ്റവേ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലെയുള്ള വീഡിയോസായി വീണ്ടും തിരിച്ചു വരാം. അതുവരെ ബൈ ബൈ.